ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ എല്ലാവർക്കും നമ്മുടെ സ്കൂൾ കാലവും പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ഗ്രീഷ്മ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം കശുമാമ്പഴമൊക്കെ പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഒയലച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കി തരാനാണ് കേട്ടോ. തരാമെന്നാണേ പറഞ്ഞത്. അപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കത്ര ഓടിയില്ല എന്താ സംഭവം എന്നുള്ളത്. എന്നിട്ട് പുള്ളിക്കാരി കശുമാമ്പഴമൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ. അത്യാവശ്യം നല്ലോണം പഴുത്ത് തന്നെയാണ്. അപ്പോൾ പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുത്തേ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ആണി ബെല്ലം ഇട്ടു. ബെല്ലം ഉരുക്കി വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് അങ്ങനെ വേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയേ ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതിട്ടു കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇത് കുറുകി ഈ ഒരു ഭാഗം തിളച്ച് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1.5 ടീസ്പൂൺ ആണെങ്കിലും മതി, അത്രയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതുണ്ടാക്കി കുറുക്കിയെടുത്തു. ഒത്തിരി കട്ടിയാകാനും പാടില്ല, എന്നാൽ അത്ര ലൂസാകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് വാങ്ങുവേ. എന്നിട്ട് അത് വേഗം തന്നെ കപ്ലാവിൻ്റെ ഇലയിലേക്കാണ് ഒഴിച്ച് വെച്ചത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മുട്ടായി ഏതാണെന്ന് മെമ്മറി വരുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ 25 പൈസ 50 പൈസയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ കറുത്ത മുട്ടായി. അത് കടിച്ചാൽ അങ്ങനെ പൊട്ടില്ല, പക്ഷേ കഴിക്കുമ്പം നല്ല ടേസ്റ്റും തേങ്ങേൻ്റെ ടേസ്റ്റും വെല്ലത്തിൻ്റെ ടേസ്റ്റും ഒക്കെ വരുന്ന മുട്ടായില്ലേ, അതാണ് കേട്ടോ. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും അതേ ടേസ്റ്റ് ഓർമ്മയിൽ വന്നിട്ടോ. അന്ന് കഴിക്കുന്നത് സ്കൂളിൽ പോകുന്നതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എല്ലാവരും സിമ്പിൾ റെസിപ്പിയാണ്, കുറച്ച് സാധനം മതി. പിന്നെ കശുമാമ്പഴമാണ് ഇതിൻ്റെ താരം. ഇന്നത്തെ വെള്ളമൊന്നും അങ്ങനെ ചേർത്തില്ല. ഒരു തുള്ളി വെള്ളം ചേർക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നമ്മൾ കശുമാങ്ങേൻ്റെ നീര് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഇലയിലാക്കി പാത്രത്തിലൊക്കെ നിരത്തി വെച്ചതാണ്. എന്നിട്ടിങ്ങനെ ഉരുട്ടി കവറിലൊക്കെ ആക്കി വെച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഓരോരുത്തർ അതിൻ്റെ സ്പൂൺ വരെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കശുമാമ്പഴമൊക്കെ കിട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ. ഓക്കെ, കണ്ടോ ഞാനതൊന്ന് ചെറുതായിട്ട് ഉരുട്ടി. അപ്പോൾ നമ്മളത് ഇല കോരി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഉരുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ആക്കി കാണിച്ചാണ്. കുറേ സമയം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഉറച്ചു പോകും. എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ.